ഇവർ ഏറെ നാളായി മർമ്മപ്രധാനമായ സ്ഥലങ്ങളിൽ പോകുന്നു. ഈ ഒരു ചാരപ്രവൃത്തി പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കാണുവാൻ നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് സത്യമാവില്ല. കാരണം ഇവർ ഇത്രയേറെ സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നു. അധികം പേര് 12 പേര് പഞ്ചാബ് മറ്റേ 12 പേരാണ് അറസ്റ്റിലായത്. അപ്പോൾ 12 പേര് ഇത്തരത്തിൽ പാകിസ്ഥാന് പല വിധത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമുക്ക് സാറ്റലൈറ്റൊക്കെ ഉണ്ടെന്ന് സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വളരെ ക്ലാരിറ്റിയോടുകൂടി ഇവർ വളരെ ക്ലോസ് റേഞ്ചിൽ നിന്ന് മിഡ് റേഞ്ചിലോ അല്ലെങ്കിൽ പിന്നെ ക്ലോസ് റേഞ്ചിലോ നിന്ന് ഷൂട്ട് ചെയ്തെടുക്കുന്ന പല സാധനങ്ങളും അവർക്ക് വൈറ്റലായിട്ടുള്ള ചില ഇൻഫർമേഷൻസ് നൽകും. അപ്പോൾ അത് എങ്ങനെ പോയി, അതിനുള്ള സൗകര്യം ഇവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരാളല്ല, അനവധി പേർ. പാകിസ്ഥാൻ ഇത്തരത്തിലൊരു സ്ട്രാറ്റജി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ മുസ്ലിം നാമധാരി അല്ലാത്തവർ തന്നെ ഇനി ചാര പ്രവർത്തിക്ക് വേണം. അതിൽ നമ്മൾ പലരും ചിലപ്പം ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുണ്ടോ എന്നുള്ളതും പലരും അഭിപ്രായം പറയുന്നുണ്ട്.